നമസ്കാരം. ഇന്ന് നമ്മുടെ ഫസ്റ്റ് റിവിഷൻ ഡേ ആയിരുന്നേ. അപ്പോൾ 10th മെയിൻസ് നമ്മുടെ 100 ഡേയ്സ് ടൈം ടേബിളിലെ ഡേ 1, 2, 3 എല്ലാവരും റിവൈസ് ചെയ്ത് കാണുമല്ലോ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് റിവിഷൻ ടെസ്റ്റ് എഴുതി നോക്കാം. 20 ചോദ്യങ്ങളുണ്ട്. ആദ്യം ക്വസ്റ്റ്യൻസ് എല്ലാം പറയും. ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും എഴുതാനുള്ള സമയം തരും. കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതുക. അവസാനം ഉത്തരം വായിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം: ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് 1663 ഡച്ചുകാരെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന: മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. രണ്ടാമത്തേത്: ചേറ്റുവ കോട്ട നിർമ്മിച്ചത് ഡച്ചുകാരാണ്. മൂന്നാമത്തേത്: ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. നാലാമത്തത്: ഡച്ചു കൊട്ടാരം പണികഴിപ്പിച്ചു. രണ്ടാമത്തെ ചോദ്യം: 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? എ. സ്വാതി തിരുനാൾ, ബി. റാണി ഗൗരി പാർവതിഭായ്, സി. റാണി ഗൗരി ലക്ഷ്മിഭായ്, ഡി. ആയില്യം തിരുനാൾ. മൂന്നാമത്തെ ചോദ്യം: തെറ്റായ ജോഡി കണ്ടെത്തുക. ആദ്യത്തേത്: ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായ്. രണ്ടാമത്തേത്: ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിഭായ്. മൂന്നാമത്തേത്: പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. നാലാമത്തേത്: തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ സമയത്തെ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. നാലാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ നക്ഷത്രത്തിന്റെ പര്യായ പദം അല്ലാത്തത് കണ്ടെത്തുക. എ. താരം, ബി. ചന്ദ്രകാന്തം, സി. താരകം, ഡി. ഉഡു. 5. ഒറ്റയാനെ കണ്ടെത്തുക. തമസ്, തമിശ്രം, തിമിരം, പ്രജ്ഞ. 6. ആകാശത്തിന്റെ പര്യായ പദം അല്ലാത്തത്: ഗഗനം, വ്യോമം, തുഹിനം, നഭസ്. 7. സിനോണിം ഓഫ് എക്സ് ഓർബിറ്റന്റ്: എക്സസീവ്, കൺസിസ്റ്റന്റ്, കൺഫ്യൂഷൻ, ഫോർസേക്ക്. 8. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണം അല്ലാത്തത് കണ്ടെത്തുക. ലൈറ്റ് പെൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, പ്ലോട്ടർ, സ്കാനർ. 9. റിഫ്ലക്സ് ആർക്കുമായി ബന്ധപ്പെട്ട ശരിയായ ഫ്ലോ ചാർട്ട് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതാം. 10. മസ്തിഷ്ക ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും നൽകിയിരിക്കുന്നു. തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതാം. 11. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. എ. നീണ്ടു നിൽക്കുന്ന നിശാന്തത സിറോഫ്താൽമിയയിലേക്ക് നയിക്കുന്നില്ല. ബി. ശബ്ദഗ്രാഹികൾ ഓർഗൻ ഓഫ് കോർട്ടിയിൽ സ്ഥിതി ചെയ്യുന്നു. സി. ജേക്കബ് സൺസ് എന്നാണ്. ജേക്കബ് സൺസ് ഓർഗൻ പാമ്പിന്റെ നാക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഡി. റെറ്റിനയിൽ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നു. 12. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. അടുത്ത ചോദ്യം 13. വർണ്ണാന്ധതയുടെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? എ. കോൺ കോശങ്ങൾ കുറവായതുകൊണ്ട്, ബി. പ്രകാശഗ്രാഹി കോശങ്ങളുടെ തകരാറ്, സി. കോൺ കോശങ്ങളുടെ തകരാറ്, ഡി. റോഡ് കോശങ്ങളുടെ തകരാറ്. 14. മാത്സ് ആണേ. 100നും 700നും ഇടയിൽ 3ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ട്? 15. കച്ചവട ആധിപത്യത്തിന് വേണ്ടി ആരെല്ലാം തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ? ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. 16. താഴെ പറയുന്നതിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയിൽ ഉൾപ്പെടുന്നവ: തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചു, കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു, ചവിട്ട് നാടകം പ്രചരിപ്പിച്ചു. ഇവയെല്ലാം
17 സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? വെല്ലസ്ലി പ്രഭു, ഡെൽഹൌസി പ്രഭു, കാനിങ് പ്രഭു, ഇർവിൻ പ്രഭു. 18 ആദ്യ 6 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര? വർഗമാണ്, സ്ക്വയേഴ്സിന്റെ സം. 19 1 into 2 into 3 into etc into 15 ഗുണനഫലത്തിലെ അവസാനത്തെ അക്കം ഏതാണ്? 20 OMRന്റെ ഫുൾ ഫോം ഒപ്റ്റിക്കൽ മാർജിൻ റീഡർ, ഒപ്റ്റിക്കൽ മാർക്കർ റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ഒപ്റ്റിമം മാർക്ക് റീഡർ. ആദ്യത്തെ ചോദ്യം, ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് 1663 ഡച്ചുകാരെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാ? ഡി ആണ്. ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാര്, അതാണ് തെറ്റായ പ്രസ്താവന. 2 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി? പ്രൈമറി വിദ്യാഭ്യാസം ബി, റാണി ഗൗരി പാർവതി ഭായി. 3 തെറ്റായ ജോഡി കണ്ടെത്തുക. സി ആണ്. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ്. പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് 1946 ആ സമയത്ത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു രാജാവ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നക്ഷത്രത്തിന്റെ പര്യായ പദം അല്ലാത്തത്? ബി ആണ്, ചന്ദ്രകാന്തം. ചന്ദ്രകാന്തം എന്നാൽ നിലാവ്. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഡി ആണ്, പ്രജ്ഞ എന്നാൽ ബുദ്ധി എന്നാണ് അർത്ഥം. ബാക്കി തമസ്, തമിശ്രം, തിമിരം എല്ലാം ഇരുട്ടിന്റെ പര്യായ പദങ്ങളാണ്. പര്യായമൊക്കെ ഞാൻ തന്ന പര്യായങ്ങളെല്ലാം ചോദിച്ചേ. 6 ആകാശത്തിന്റെ പര്യായ പദം അല്ലാത്തത്? തുഹിനമാണ്. തുഹിനം എന്നാൽ മഞ്ഞ് എന്നർത്ഥം. 7 സിനോണിം ഓഫ് എക്സോർബിറ്റന്റ്. എക്സോർബിറ്റന്റിന്റെ മീനിങ് ഇത് നമ്മൾ തന്നിട്ടുള്ളതാ പഠിക്കാൻ. എക്സസീവ് ആണേ, എക്സസീവ്. അടുത്ത ചോദ്യം 8 താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണം അല്ലാത്തത്? ഓപ്ഷൻ സി പ്ലോട്ടർ ആണ്. 9 റിഫ്ലക്സ് ആർക്കുമായി ബന്ധപ്പെട്ട ശരിയായ ഫ്ലോ ചാർട്ട്? ബി ഗ്രാഹി, സംവേദനാഡി, ഇന്റർന്യൂറോൺ, പ്രേരകനാഡി, പേശി. 10 മസ്തിഷ്ക ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും നൽകിയിരിക്കുന്നു. തെറ്റായ ജോഡി കണ്ടെത്തുക. എ ആണ്. തലാമസ് അല്ല ഇന്ദ്രിയാനുഭവങ്ങൾ, സെറിബ്രം ആണ് ഇന്ദ്രിയാനുഭവങ്ങൾ. 11 തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ബി ആണ്. ശബ്ദഗ്രാഹികൾ ഓർഗൻ ഓഫ് കോർട്ടിയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത് 12 ശരിയായ ജോഡി കണ്ടെത്തുക. ബി ആണ് ശരിയായ ജോഡി. ഗ്ലോക്കോമ കണ്ണിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദം. അടുത്ത ചോദ്യം, വർണ്ണാന്തതയുടെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? വർണ്ണാന്തതയുടെ കാരണം സി കോൺ കോശങ്ങളുടെ തകരാറ്. ശ്രദ്ധിച്ച് വായിച്ചാ കിട്ടും ഇത്. കോൺ കോശങ്ങളുടെ തകരാറ് മൂലമാണ് വർണ്ണാന്തത ഉണ്ടാകുന്നത്. ചുവപ്പ്, പച്ച എന്നീ കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, അതുകൊണ്ട് അവർക്ക് ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ കാണാൻ പറ്റാത്തത്. അടുത്ത ചോദ്യം, 100നും 700നും ഇടയിൽ 3ന്റെ എത്ര ഗുണിതങ്ങളാ ഉള്ളത്? ബി ആണ് 200. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 33. പിന്നെ 700നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 700നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 233. 233. ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. 233 മൈനസ് 33 200 ആണ് ഉത്തരം. 200. അപ്പൊ 100നും 700നും ഇടയിൽ 3ന്റെ എത്ര ഗുണിതങ്ങളുണ്ട്? 200 ഗുണിതങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, കച്ചവട ആധിപത്യത്തിന് വേണ്ടി ആരെല്ലാം തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ? എ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. 14 താഴെ പറയുന്നതിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയിൽ ഉൾപ്പെടുന്നവ? ഇവയെല്ലാമാണ്. ഡി. 17 സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആര്? എ വെല്ലസ്ലി പ്രഭുവാണ്. 18 ആദ്യ 6 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര? വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. എന്നിന്റെ അവിടെ എത്ര ഇട്ട് കൊടുക്കുക? 6 ഇട്ട് കൊടുക്കുക. ഉത്തരം ഡി ആണ് 91.
19 1 into 2 into 3 into എക്സെട്ര into 15 ഗുണനഫലത്തിലെ അവസാന അക്കം 0 എങ്ങനെയാ 1 into 2 into 3 into എക്സെട്ര into ഇവിടെ ഒരു 10 വരത്തില്ലേ 10 into 11 into 12 into 13 into 14 into 15 അപ്പൊ ഇവിടെ 10 വരുന്നതുകൊണ്ട് അവസാനത്തെ അക്കം എന്തായിരിക്കും 0 ആയിരിക്കും. ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ അവസാനത്തെ അക്കം ഒരു 0 വരുന്ന സംഖ്യ ആയിരിക്കും ഇവിടെ കാരണം 0 ഉള്ളതുകൊണ്ട്. 20 OMRന്റെ ഫുൾ ഫോം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ് സി. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടി താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾക്ക് മാർക്ക് പോയത് ആ ഭാഗം ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. ഇനി നാളെ ഡേ 4 ആണ്. അപ്പോൾ നാളത്തെ ടോപ്പിക് എല്ലാം പഠിക്കാം. മെറ്റീരിയൽസ് ടെലഗ്രാം ചാനൽ ഇട്ടുതരാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുതേ. ഫസ്റ്റ് കമന്റ് ആയിട്ട് ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.